गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारे। यमुना तीरावनचारे। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रजजन रंजन। यशोदानंदन व्रजजन रंजन। यमुना तीरा वनचारी। यमुना तीरा वनचारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। जय प्रभुपादा जय प्रभुपादा प्रभुपादा श्रील प्रभु। जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरु। तेरा हरि बोल हरि बोल हरि बोल। तेरा हरि बोल 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 हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो
ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാനിതം തം സജീവം സാധു ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതാംശ്ച ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തസത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. പുരുഷോത്തമ യോഗം എന്ന 15ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് തുടങ്ങിയത്. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ഉത്തമനായിട്ടുള്ള പുരുഷൻ, അത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ആ ഭഗവാൻ കൃഷ്ണനെ എപ്രകാരം നമുക്ക് പ്രാപിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തില് ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഈ ഭൗതിക പ്രകൃതിയില് വന്ന് പെട്ടുപോയി ഓരോരോ കാരണങ്ങൾ കൊണ്ട് അനേകം ജന്മങ്ങളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് പുതിയ പുതിയ ശരീരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജന്മമെടുത്തു. ഈ ഭൗതിക ലോകത്തിന് എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഒരു അശ്വത്ഥം അല്ലെങ്കിൽ അരയാൽ വൃക്ഷം. ആ അരയാൽ വൃക്ഷത്തിന്റെ വേരുമുകളിലും ശാഖകളും ഇലകളും എല്ലാം കീഴോട്ടുമായിട്ടാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ 1ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോ അങ്ങനെ ഒരു വൃക്ഷം എവിടെയെങ്കിലും ഉണ്ടോ? അത് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? നദിക്കരയിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നദിക്കരയിൽ ഒരു വൃക്ഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ വെള്ളത്തിൽ കാണുന്ന നിഴല്, അതിന്റെ ഇലകളെല്ലാം താഴോട്ടും തടി മുകളിലോട്ടുമാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്തിന്റെ ഒരു പെർവെർട്ടഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രതിബിംബമാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഭഗവാൻ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നതിന് നമ്മളെ പോലുള്ള ജീവജാലങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്രകാരം ആസ്വദിച്ച് അവസാനം ചിലരെല്ലാം അനേകം ജന്മങ്ങൾക്ക് ശേഷം ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ജ്ഞാനാർജനത്തിൽ കൂടെ നമ്മൾ ഭഗവാനെ പ്രാപിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്നവരിൽ വളരെ കുറച്ച് മാത്രമേ ഭഗവാനെ വാസ്തവത്തിൽ പ്രാപിക്കുന്നുള്ളൂ. മനുഷ്യാണാം സഹർഷേഷു കശ്ചിത് യതതി സിദ്ധയെ യതതാമതി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. അപ്പോ ഈ ഭൗതിക ലോകത്ത് നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ അതിനെ എങ്ങനെ നമുക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് പുറത്തു കിടക്കാം, നമുക്ക് എങ്ങനെ ഇവിടെ അടിയുറച്ചു നിൽക്കുന്ന ഈ വേരിനെ നമുക്ക് എങ്ങനെ ഖണ്ഡിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് 3ഉം 4ഉം ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ശ്ലോകം 3. രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 3. ന രൂപസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.
ന രൂപമസ്യേഹ്യ തതോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ന രൂപമേ സഹ്യ തദോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥാമേനം സുവരിഢമൂലം അസംഗശാസ്ത്രേണ ദൃഢേന ചിത്വാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. തദോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. നമോ ഹരേ ഭഗവതേ കൃഷ്ണ. വാസുദേവായ. ന രൂപം അസഹ്യ തഥാന ഉപലഭ്യതേ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശാസ്ത്രേണ ദൃഢേന ചിത്ത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശുദ്ധമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. ശ്ലോകം 4. തതപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസിദാ പുരാണേ. തതപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസിദാ പുരാണേ. തതപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥ പ്രവൃത്തി പ്രസിദാ പുരാണേ. ഹരേ കൃഷ്ണ. തതപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥ പ്രവൃത്തി പ്രസീത പുരാണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. തഥാ പദം തത് പരിമാർഗിതവം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂതം ഭൂയാ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തിം പ്രസൃതാ പുരാണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. തഥാ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തി പ്രസിദ്ധ പുരാണേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥ പ്രവൃത്തി പ്രസിദ്ധ പുരാണേ. നമോ ഭഗവതേ വാസുദേവായ. തദത് പദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാ നിവർത്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തി പ്രസീദ പുരാണേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥം. അസ്യ ഈ വൃക്ഷത്തിന്റെ രൂപം, യഥാർത്ഥ രൂപം, ഇഹ ഈ ലോകത്തിൽ ന ഉപലഭ്യതേ കാണുകയില്ല. അസ്യ അതിന്റെ ആദിഹി ആരംഭമോ അന്തഹ അവസാനമോ സംപ്രതിഷ്ഠ ചന അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. സുവിരൂഢ മൂലം നല്ലവണ്ണം വേരു ഉറച്ചു ഉയർന്ന ഏനം അശ്വത്ഥം ഈ അരയാൽ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ അസംഗശസ്ത്രേണ വിരക്തിയാകുന്ന ആയുധം കൊണ്ട് ചിത്വ ഛേദിച്ചിട്ട് തതഹ അനന്തരം യസ്മിൻ ഗത എവിടെ ചെന്നാൽ ഭൂയഹ വീണ്ടും ന നിവർത്തന്തി തിരിച്ചുവരവില്ലയോ തത്പദം ആ പരമപദത്തെ പരിമാർഗിതവ്യം അന്വേഷിച്ച് പുരാണി പ്രസിദ്ധ സ്മരണാതീത കാലം മുതൽക്കുള്ള തം ആദ്യം പുരുഷം ഏവ എല്ലാറ്റിന്റെയും ഉറവിടമായ പരമപുരുഷനെ പ്രപദ്യേ ശരണം പ്രാപിക്കണം. ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താൻ ആവില്ല. നല്ലവണ്ണം വേരുറച്ചുയർന്ന ഈ അരയാൽ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധം കൊണ്ട്
ഛേദിച്ചിട്ട് അനന്തരം എവിടെ ചെന്നാൽ വീണ്ടും തിരിച്ചു വരവില്ലയോ, ആ പരമപദത്തെ അന്വേഷിച്ച് സ്മരണാതീത കാലം മുതൽക്കുള്ള എല്ലാറ്റിൻ്റെയും ഉറവിടമായ പരമപുരുഷനെ ശരണം പ്രാപിക്കണം. ഇപ്പൊ ഇവിടെ അസ്യരൂപം, ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥവും എന്തിനാ ഇവിടെ പറയുന്നത്? അറിയാൽ വൃക്ഷം. എന്തറിയാൽ വൃക്ഷം? ഈ ഭൗതിക ബന്ധങ്ങളാകുന്ന അറിയാൽ വൃക്ഷം. അതിൻ്റെ ഈ യഥാർത്ഥത്തിലുള്ള രൂപം ഉപലഭ്യത ഈ ലോകത്തിൽ കാണാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിലുള്ള രൂപം എന്താണ്? ജീവരസ്വരൂപ ഹോയ കൃഷ്ണര നിത്യദാസ. നമ്മളെല്ലാവരും ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസന്മാരാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ജീവാത്മാവിന്റെ രൂപം. പക്ഷെ അതിവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന രൂപം ഈ തല കീഴായിട്ടുള്ള രൂപമാണ്. അതിൻ്റെ ആരംഭമോ അല്ലെങ്കിൽ അവസാനമോ അല്ലെങ്കിൽ അടിസ്ഥാനമോ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. ഭൗതിക ശാഖാപടലങ്ങളിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് കാരണം ഈ വൃക്ഷത്തിന്റെ വിസ്തൃതി എത്രയാണ് അല്ലെങ്കിൽ വേര് എവിടെയാണ് ഒന്നും തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, ഈ അരയാലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അതിന്റെ വേരുകൾ ഏതി കൂടെയൊക്കെ പോകുന്നു, ഒരു പിടിയും കിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേരുകള് ഓരോ ശാഖയുടെയും വേരുകളിൽ നിന്ന് താഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്നത് കാണാം. അപ്പൊ ഇതിന് തുടക്കം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഇങ്ങനെ അതിനൊരു വ്യക്തമായിട്ടുള്ള മറുപടി പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകത്തിന്റെ അവസ്ഥയും ഈ ഭൗതിക ലോകത്തിൽ വസിക്കുന്ന നമ്മുടെ ജീവാത്മാക്കളുടെ അവസ്ഥയും അത് തന്നെയാണ്. അപ്പോ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമല്ല. നമ്മൾ ഒരുപാട് ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളും അതിൽ നിന്ന് ആർജിച്ചിട്ടുള്ള കർമ്മഫലങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും തളച്ചിടുന്നത്. ഒരുപാട് ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, ബഹുമേ വ്യതീതാനി ജന്മാനി തവ ചാർജുന. നീ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എല്ലാം തന്നെ ഓർമ്മയുണ്ട്. കാരണം എന്താണ്? എൻ്റെ ഭൗതികമായിട്ടുള്ള ശരീരമല്ല. അതേസമയം നിന്റെ ശരീരം ഭൗതിക ശരീരം ആയതുകൊണ്ട് നിനക്ക് അതൊന്നും തന്നെ ഓർക്കാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ അത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും തന്നെ പറയാനായിട്ട് സാധിക്കില്ല. അപൂർവം ചില കേസുകൾ മെഡിക്കൽ സയൻസിൽ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. ജന്മമെടുത്തതിനു ശേഷം ബോംബെയിൽ ജന്മമെടുത്തതിനു ശേഷം ഒരു കുട്ടി പറയുന്നുണ്ട്, എൻ്റെ വീടിതല്ല. അങ്ങനെ ആ കുട്ടിയുടെ കൂടെ ട്രെയിൻ കയറിപ്പോയ അവസാനം രാജസ്ഥാനിൽ ചെന്ന് ആ കുട്ടി കാണിച്ചു കൊടുത്തു ആ വീട്. ആ വീട്ടിന് പുറത്തുനിന്ന് പറഞ്ഞു, ഈ വീട്ടിനകത്ത് ഇന്ന സാധനം ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അവർ ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ്. അപ്പോ ഈ പുനർജന്മം ഉണ്ട് എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇത്. അപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് പുനർജന്മം സ്വീകരിക്കേണ്ടി വരുന്നത്? നമ്മുടെ ഭൗതികയോടുള്ള മമത കാരണം. അപ്പോ ആത്മാവിന്റെ ഏറ്റവും നിയതമായിട്ടുള്ള ബന്ധനം എന്നുള്ളത് എന്താണ്? നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ബന്ധനത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഭഗവാൻ പറയുന്നു അതത്ര എളുപ്പമല്ല. ഭൗതിക കാര്യങ്ങളോടുള്ള ഈ മമതയെ ഭൗതിക അവബോധം എന്ന് പറയും. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണനോടുള്ള മമതയെ കൃഷ്ണാവബോധം എന്ന് പറയും. അപ്പോ ഈ അവബോധം ഈ മമതയുടെ വിധാനത്തിലാണ് എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ അവബോധത്തെ ഭൗതിക അവബോധത്തിൽ നിന്ന് നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് സ്വതന്ത്രരായിട്ട് തീരും. അതത്ര എളുപ്പമല്ല വിചാരിക്കുന്ന പോലെ. ഈ ഭൗതിക ലോകത്ത് നമ്മുടെ മമതയെ ഷിഫ്റ്റ് ചെയ്യലും എളുപ്പമല്ല. ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തേക്ക് പോകുന്നതും അത്ര എളുപ്പമല്ല. നമ്മൾ ഈ ശരീരം ധരിച്ച് പുതിയൊരു ശരീരം, അതായത് ഭൗതിക ശരീരം ധരിച്ചിട്ട് നമ്മളൊരു ആധ്യാത്മിക ശരീരം സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ.
ശ്രീല പ്രഭുവാരുടെ ഒരു ബുക്ക് തന്നെയുണ്ട്, അന്യഗ്രഹങ്ങളിലേക്ക് സുഗമമായിട്ടുള്ള ഒരു യാത്ര, ഈസി ജേർണി ടു അതർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ ശ്രീല പ്രഭുവാര് ഈ വിഷയത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോ ഒരാൾക്കും തന്നെ വാസ്തവത്തില് ഈ ആഗ്രഹരഹിതരായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. പൊതുവെ ഏതൊരു ജീവാത്മാവിനും ഏതെങ്കിലും ഒരു വസ്തുവിനോട് ആസക്തി ഉണ്ടാകാനുള്ള പ്രവണത ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നൽകിയിട്ടുള്ള ആ വിവേകം നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ട് നമുക്ക് ഭൗതികതയോടുള്ള ആസക്തിയെ നമ്മൾ ഭഗവാനോടുള്ള ആസക്തിയായിട്ട് മാറ്റണം. അതിനാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പരം ദൃഷ്ട എന്ന് പറഞ്ഞത്, ഹയർ ടേസ്റ്റ്. നമുക്ക് ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ആസ്വാദനം ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ആസ്വാദനത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കുള്ളൂ. ഒരു കുട്ടിക്ക്, ഒരു കത്തി വെച്ച് കളിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു നല്ലൊരു കളിപ്പാട്ടം മുമ്പിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കത്തിയോടെ താഴിട്ടിട്ട് ആ കളിപ്പാട്ടത്തിന്റെ നേരെ ശ്രദ്ധ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് ഭഗവാനോടുള്ള ആസക്തി വളർത്തിയെടുക്കുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൗതിക തലത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ സമ്പ്രദായത്തിലെ രാമാനുജാചാര്യരുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഖുറേഷ് എന്ന് പറയുന്നത്. തുടക്കത്തില് അദ്ദേഹം എപ്പോഴും ഒരു സ്ത്രീയുടെ പിറകെ ഇങ്ങനെ നടക്കും. ആ സ്ത്രീ എവിടെ പോകുമ്പോഴും ആ സ്ത്രീക്ക് ഇങ്ങനെ കൊട പിടിച്ചു കൊടുക്കുക, എപ്പോഴും കണ്ണ് ആ സ്ത്രീയുടെ മുഖത്ത് തന്നെയായിരിക്കും. ഇപ്പൊ രാമാനുജാചാര്യ മറ്റുള്ള ശിഷ്യന്മാർ ഇത് കണ്ടിട്ട് രാമാനുജാചാര്യോട് പറഞ്ഞു, കണ്ടില്ലേ ഇദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ, ഇദ്ദേഹത്തിന് അങ്ങ് വഴി കൂടെ വരുമ്പോൾ പോലും അദ്ദേഹത്തിന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കാനായിട്ടുള്ള താല്പര്യം വരുന്നില്ല. സദാസമയം ആ സ്ത്രീയുടെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പോ രാമാനുജാചാര്യ നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോ ഖുറേഷ് പറഞ്ഞു, ഇത്രയും ഒരു അട്രാക്ഷൻ ഉള്ള ഒരു കണ്ണ് ഞാൻ വേറെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ രാമാനുജാചാര്യ, ഞാൻ നിനക്ക് ഇതിലും അട്രാക്ഷൻ ഉള്ള ഒരു കണ്ണ് കാണിക്കുകയാണെന്നുണ്ടെങ്കിലോ നീ ഇത് വേണ്ടാന്ന് വെക്കും. അപ്പൊ ഖുറേഷ് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വേണ്ടാന്ന് വെക്കുന്നു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ നിർമാല്യത്തിന് നട തുറക്കുന്ന സമയത്ത് ഈ ഖുറേഷിനെയും കൂട്ടി രാമാനുജാചാര്യ രംഗനാഥസ്വാമി കാണാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാമിയുടെ ദർശനം കിട്ടിയപ്പോഴ്, രംഗനാഥസ്വാമിയുടെ കണ്ണുകൾ കണ്ടപ്പോഴ് ഖുറേഷിന് ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ നിന്നെല്ലാം മോചനം നേടാനായിട്ട് സാധിച്ചു. അങ്ങനെ രാമാനുജാചാര്യരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ഭാര്യയും അതുപോലെ തന്നെ രാമാനുജാചാര്യരുടെ ശിഷ്യയായി. വളരെ വളരെ ഉചിതമായിട്ട് ചരിത്രത്തിനെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളും നശിച്ചു. അവരുടെ വീട് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് രാമാനുജാചാര്യരുടെ മറ്റു ശിഷ്യന്മാർ കൊള്ളയടിച്ചപ്പോൾ പോലും അവരത് കണ്ടുകൊണ്ട് കിടക്കുകയാണ് രാത്രി. പക്ഷെ എന്നിട്ട് പോലും അവരതിനെ എതിർത്തില്ല. അവരത് കൊണ്ടുപോയിക്കോട്ടെ, അതെന്റെ ഗുരുവിന് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടാവും ധനത്തിന്, അതുകൊണ്ടാണ് അവർ കൊണ്ടുപോയിക്കോട്ടെ, അതിനെ വലിയ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനോട് നമുക്ക് ആസക്തി ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള തലത്തിൽ നമുക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഈ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ്. അത് ഏതുപോലെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്, ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ 3-ാം സ്കന്ധത്തില് കപില മഹാമുനി അമ്മദേവാഹൂതിയോട് പറയുന്നുണ്ട്, പ്രസംഗമചരം പാശം ആത്മന കവയോ വിദുഹു സ ഏവ സാധുഷു കൃത്വ മോക്ഷദ്വാര അപാവൃതം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പ്രസംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്തിനോടുള്ള മമത, അത് അജരം, അത് അത്രയും ശക്തിമത്താണ്. എന്തുപോലെ പാശം, ഒരു കയറുകൊണ്ട് ഇവിടെ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പോലെ അത്രയും സ്ട്രോങ് ആണ് ഈ ഭൗതിക ലോകത്തിനോടുള്ള ആസക്തി എന്ന് പറയുന്നത്. അപ്പോ ആർക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കും? ആത്മനെ കവയോ വിദുഹു, ആത്മാവിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം ആർജിച്ചവർക്ക് അത് പുറത്തു കടക്കാനായിട്ട് സാധിക്കും. എങ്ങനെ പുറത്തു കടക്കാനായിട്ട് സാധിക്കും? സ ഏവ സാധുഷു കൃത്വ. നമ്മൾ ഈ ഭൗതിക ലോകത്തിനോടുള്ള ആസക്തി നമ്മള് ഭഗവാനോടും ഭഗവാന്റെ ഭക്തന്മാരോടും ഉള്ള ആസക്തിയാക്കി മാറ്റുമ്പോൾ നമുക്ക് മോക്ഷദ്വാരം അപാവൃതം
ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് തീരും. എങ്ങനെയാണ് ഇപ്പൊ വഴിയില് ഒരു കന്നുകുട്ടിയുടെ പശുവിൻകുട്ടിയുടെ കുളമ്പില് കാൽ പതിഞ്ഞിട്ട് അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് കടക്കാനായിട്ട് വളരെ എളുപ്പമാണ് അല്ലെ. അതേസമയം ഒരു ഉറുമ്പിനാണെന്നുണ്ടെങ്കിലും അത് ഇക്കരം നിന്നിട്ട് അങ്ങനെ ചിന്തിക്കും എങ്ങനെ ഇതിനെ മറുകര കടക്കാം എന്നുള്ളത്. അപ്പോ ആ പശുവിൻകുട്ടിയുടെ കുളമ്പിലുള്ള വെള്ളം പോലെയാണ് ഈ ഭൗതിക ലോകം. ഒരു ഭക്തനെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ബന്ധനത്തെ മുറിച്ചു മാറ്റിയിട്ട് നമുക്ക് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതിനെന്ത് വേണം? നമുക്ക് അറിവ് നേടണം. വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ്? വൈരാഗ്യം. അസംഗശസ്ത്രേണ ദൃഢേന ചിത്ത. വൈരാഗ്യം. അപ്പൊ എന്താണ് ഈ അറിവ്? യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്നത് മമൈവാംശോ ജീവലോകി ജീവഭൂത സനാതന. നമ്മൾ ഓരോ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അപ്പോ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ശ്രീപ്രഭുവാർ ഭാവാർത്ഥത്തിൽ പറയുന്നത്, ഇപ്പൊ ഞാൻ എൻ്റെ പിതാവിന്റെ പുത്രൻ, ഇപ്പൊ എൻ്റെ പിതാവ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പുത്രൻ, അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പുത്രൻ. അങ്ങനെ പുറകോട്ട് പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടുവിൽ നമ്മള് ബ്രഹ്മാവിലും പിന്നെ ഗർഭോദക്ഷായ വിഷ്ണുവിലും പിന്നെ സംകർഷണദേവനിലും അതുപോലെ തന്നെ ഭഗവാനിലും എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ ഈ ഇത് പാമ്പും മേണിയും കളിക്കുന്ന പോലെയാണ്. ഈ താഴത്തുനിന്ന് നമ്മൾ അത് കയറി വരുമ്പോൾ കുറെ വീണ്ടും നമ്മൾ താഴത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ ലക്ഷ്യസ്ഥാനം എന്താണെന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് ഏണി വഴി നമുക്ക് കയറിട്ട് ആത്മീയ ലോകത്തേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോ അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് ഭഗവത് ജ്ഞാനം ഉള്ളവരുമായിട്ടുള്ള ആ സഹവാസം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വൃക്ഷത്തിന്റെ ആരംഭമാകുന്ന ആ പരമദിവ്യത്വം കൃഷ്ണനെ കുറിച്ചിട്ട് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിന്റെ 3-ാം സ്കന്ധത്തിൽ തന്നെ വീണ്ടും കമലദേവൻ അമ്മയോട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന യോഗിനഃ ക്ഷേമായ പാദമൂലം മേ പ്രവിശന്തി അകുതോ ഭയം. അതായത് ഈ ജ്ഞാനം വൈരാഗ്യം, അതായത് യുക്തേന എന്നാ പറഞ്ഞിരിക്കുന്നത്. യുക്തമായിട്ടുള്ള ജ്ഞാനവും അതുപോലെ തന്നെ യുക്തമായിട്ടുള്ള വൈരാഗ്യവും അത് നമ്മൾ എങ്ങനെ നമുക്ക് ആർജിക്കാനായിട്ട് സാധിക്കും? ഭക്തിയോഗേന. നമ്മൾ ഭക്തി യോഗം പരിശീലിക്കുന്നതുകൊണ്ട് നമുക്കത് ആർജിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആർക്കും സാധിക്കുന്നുണ്ടോ? ഉണ്ട്. യോഗിനഹ, അവർക്കത് സാധിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഈ വലിയ വലിയ യോഗികൾ ജ്ഞാനവും വൈരാഗ്യവും ആർജിച്ചതിന് ശേഷം ക്ഷേമായ പാദമൂലം മേ, അവര് എൻ്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചുകൊണ്ട് പ്രവിശന്തി, അവര് ഈ ഭൗതിക ലോകത്തിനെ മറികടക്കുന്നു. അവർക്ക് യാതൊരു ഭയവുമില്ല ഭൗതിക ലോകത്തിനെ പറ്റിയിട്ട്. അകുതോ ഭയം. അവർ ഈ ഭയത്തിനെ, ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന ഈ ഒരു മഹാമാരിയാണത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അവർക്ക് ചിന്ത തന്നെയില്ല. അവർ ആ ഭയത്തിൽ നിന്നെല്ലാം മുക്തരാണ്. അപ്പൊ ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ്, അതുപോലെ തന്നെ വൈരാഗ്യം. നമുക്ക് വൈരാഗ്യം എങ്ങനെ ആർജിക്കാനായിട്ട് സാധിക്കും? നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഭക്തിരസാമതസിന്ധ്യയിൽ പറഞ്ഞിരിക്കുന്ന പോലെ അനാസക്തസ്യ വിഷയാൻ യഥാർഹം ഉപയുഞ്ജതഃ നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യം ഉച്യതേ. നമ്മൾ എന്ത് വസ്തുവിനെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ അതിനെ യഥാർഹം ഉപയുഞ്ജതഃ, നമ്മൾ അത് ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വളരെ എളുപ്പത്തിൽ വൈരാഗ്യം ആർജിക്കാനായിട്ട് സാധിക്കും. ശ്രീലപ്രഭുവാരോട് പലപ്പോഴും ശിഷ്യന്മാർ ചോദിക്കുന്ന കാര്യമാണ്, അങ്ങനെ എന്തുകൊണ്ടാണ് ധനത്തിന്റെ പിറകെ പോകുന്നത്? അങ്ങൊരു സന്യാസിയല്ലേ? അപ്പൊ പ്രഭുവാര് പറയും, ഞാൻ ധനം സ്വീകരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞാനത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ വേണ്ടത് നിർബന്ധ കൃഷ്ണ സംബന്ധി. നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ
അതാണ് യഥാർത്ഥത്തിലുള്ള യുക്തമായിട്ടുള്ള വൈരാഗ്യം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഒരാള് ഒരു ഭക്തിയോഗി ആയി തീരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വതവേ ഈ ജ്ഞാനവും വൈരാഗ്യവും അതെല്ലാം ആർജിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പരിശ്രമിക്കേണ്ടതില്ല. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ ഇന്ന വസ്തുവിൽ നിന്ന് വൈരാഗ്യം നേടും, ഇന്ന വസ്തുവിൽ നിന്ന് വൈരാഗ്യം നേടും, അങ്ങനെ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭക്തിയോഗം വളർത്തിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിയെ നമുക്ക് ഈ ഖുറൈഷിന്റെ ചരിത്രത്തിൽ കണ്ടതുപോലെ നമുക്കും ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളോടുള്ള ആ വിരക്തി ആർജിക്കാനായിട്ട് സാധിക്കും. ശ്രീമദ് ഭാഗവതത്തിന്റെ 11-ാം സ്കന്ധത്തിൽ കവി യോഗീന്ദ്രൻ നിമിഷ ചക്രവർത്തിയോട് പറയുന്നുണ്ട്, ഭക്തി പരേശാനുഭവോ വിരക്തി അന്യത്ര ചൈഷാത്വിക ഏകകാലഃ പ്രപദ്യമാനസ്യോ തുഷ്ടി പുഷ്ടി അപായോനുകാസം. അതായത് ഇപ്പോ വിശക്കുന്ന എന്താണ് ഉദാഹരണം പറയുന്നത്? ഇപ്പൊ വിശപ്പുള്ള ഒരാള്, വിശപ്പ്, ദാഹം, അതുപോലെ തന്നെ ആനന്ദം, ഇതെല്ലാം നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? കുറച്ച് അന്നം കഴിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അയാളുടെ വിശപ്പ് മാറും, ദാഹം മാറും, അതുപോലെ തന്നെ അയാൾക്ക് സന്തോഷം നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഭക്തി പരിശീലിക്കുന്നതുകൊണ്ട് പരേശാനുഭവ വിരക്തി, ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിലുള്ള ആ വിരക്തി നമുക്ക് ആർജിക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്രത്യേകം നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പരിശ്രമിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ജ്ഞാനവും പരിത്യാഗവും എല്ലാം ഉണ്ടാകുന്നത്? അത് വിശദീകരിക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ ഭക്തിയോഗം പരിശീലിച്ച് കഴിയുമ്പോൾ അത് തന്നെ ആർജിക്കും. പിന്നെ നമുക്ക് തന്നെ തോന്നും. ഇപ്പോ പലരും ഉണ്ട്, ഇപ്പോ വലിയൊരു അസുഖം വന്ന ഒരാള് നല്ലൊരു വൈദ്യനെ കണ്ട് മരുന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് വളരെ കൃത്യനിഷ്ഠയോട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ അസുഖം മാറും. പിന്നെ ആ അസുഖത്തിന്റെ ഒരു ലക്ഷണം പോലും കാണില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭക്തിയോഗമാകുന്ന ആ മരുന്ന് നമ്മൾ വേണ്ട വിധത്തിൽ സേവിക്കുമ്പോൾ അത് തനിയെ ആ ജ്ഞാനവും അതുപോലെ തന്നെ പരിത്യാഗവും അതെല്ലാം തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധത്തിൽ സൂതഗോസ്വാമി ശൗനകാദി ഋഷികളോട് പറയുന്നുണ്ട്, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനൈതി ആശു വൈരാഗ്യം ജ്ഞാനം ചായത് അഹൈതുകം. ഭഗവാനോട് അഹൈതുകമായിട്ടുള്ള ആ ഭക്തി അത് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ, ഭക്തിയോഗ പ്രയോജിത ഇത് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ ജനൈതി ആശു വൈരാഗ്യം ജ്ഞാനം, വൈരാഗ്യവും ജ്ഞാനവും ഇത് എല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആർജിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഉപനിഷത്തിലും പറയുന്നത്. ശേദാശ ഉപനിഷത്തിലും ഇതേ കാര്യം തന്നെ എടുത്ത് പറയുന്നുണ്ട്. യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരോ തസ്യൈതേ കഥിതാഹ്യർത്ഥ പ്രകാശന്തേ മഹാത്മനഃ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭഗവാനിലും അതുപോലെ തന്നെ ആധ്യാത്മിക ഗുരുവിലും അചഞ്ചലവും അതുപോലെ തന്നെ ദൃഢവും ആയിട്ടുള്ള ആ വിശ്വാസമുള്ള ഒരാൾക്ക് എല്ലാ വേദങ്ങളുടെയും ആ സാരാംശം, സത്ത അത് എന്താണെന്നുള്ളത് സ്വയം തന്നെ വെളിപ്പെടും. എന്താണ് പറയുന്നത്? എന്താണ് വേദങ്ങളുടെ സത്ത എന്ന് പറയുന്നത്? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, വേദേശ്ച സർവൈർ അഹം ഏവ വേദ്യ. എല്ലാ വേദങ്ങളുടെയും സത്ത എന്നെ മനസ്സിലാക്കുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ വേദങ്ങളെല്ലാം പഠിച്ചിട്ട് അവസാനം ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വേദപഠനം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വേദപഠനത്തിൽ കൂടെ നമ്മൾ ഭക്തിയോഗം വളർത്തിയെടുത്തിട്ട് ഭഗവാനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അപ്പോ അതോട്ട് അവിടെ എത്തിച്ചേരുന്നോട്ട് അഹം ഏവ വേദ്യ, ഞാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും ആരംഭം എന്നുള്ള ആ അറിവ് നേടുന്നോട്ട് നമ്മളുടെ അന്വേഷണം, ബുദ്ധിയുള്ള ഒരാളുടെ അന്വേഷണം അവിടെ അവസാനിക്കും. പിന്നെ അതിൽ കൂടുതൽ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും സർവസ്വവും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി അതിൽ കൂടുതൽ വേറെ എന്ത് പഠിപ്പാൻ നമുക്ക് വേണ്ടത്? ഒന്നും തന്നെ വേണ്ട. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, വേദസ്യ സർവൈർ അഹം ഏവ വേദ്യ.
അപ്പോ ഇതെങ്ങനെ നമുക്ക് ആർജിക്കാനായിട്ട് സാധിക്കും? നമ്മുടെ ഭഗവത് ജ്ഞാനം നമ്മള് ഭക്തന്മാരുടെ സഹവാസം കൊണ്ട് നമുക്ക് ആർജിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ ഭൗതിക വർഷത്തിന്റെ ആരംഭമാകുന്ന ആ പരമദിവ്യോത്തം പുരുഷനെ കുറിച്ചിട്ട് അറിയുക. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ മായികമായിട്ടുള്ള ഈ നിഴലിനോട് ആസക്തി ഉണ്ടാകില്ല എന്ന് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചൈതന്യ ചരിതാമത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണ സൂര്യസമ മായാഹയ അന്ധകാര യാഹാൻ കൃഷ്ണ യാഹാൻ നഹി മായാര അധികാര. കൃഷ്ണൻ എന്ന് പറയുന്നത് സൂര്യന് സമനാണ്. അപ്പോ സൂര്യനുള്ളിടത്ത് അന്ധകാരം ഇല്ല. അതുപോലെ തന്നെ കൃഷ്ണൻ ഉള്ളിടത്ത് മായയുടെ ആ പ്രഭാവവും ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മായയിൽ നിന്ന് മുക്തി നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും കൃഷ്ണന് ശരണാഗതി അടയണം. അപ്പോ അങ്ങനെ നമുക്ക് ആ ഒരു ജ്ഞാനം കൊണ്ട് ഈ മായാവൃക്ഷത്തോടുള്ള ബന്ധനം അറുത്ത് നമുക്ക് യഥാർത്ഥത്തിലുള്ള വൃക്ഷത്തിൽ നമുക്ക് സ്ഥിതി ചെയ്യാനായിട്ട് സാധിക്കും. ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറയുന്നുണ്ട്. ശസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുധം. അപ്പൊ എന്താണ് ഈ ആയുധം? അസംഗ, അനാസക്തി, അതായത് വിഷയസുഖങ്ങളോടുള്ള ആസക്തി, അതുപോലെ തന്നെ ഭൗതിക പ്രകൃതിയെ കീഴടക്കാനായിട്ടുള്ള വാസന. ഇന്ന് വളരെ പ്രബലമാണ് ഈ ഭൗതിക പ്രകൃതിയെ കീഴടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രബലമാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാനായിട്ട് കാണിക്കും. വലിയ വലിയ നഗരങ്ങളും എല്ലാം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭൗതിക പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇത് രണ്ടും തന്നെ വളരെ ശക്തിമത്താണ്, വളരെ കരുത്തറ്റതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് തിരുസാമത്തിൽ അനാസക്തി വിഷയമാണ്. നമുക്ക് ഇത്തരമായിട്ടുള്ള ആ ഭൗതിക കാര്യങ്ങളോട് നമ്മൾ അനാസക്തി ഉണ്ടാകണം, അല്ലെങ്കിൽ ആസക്തി നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അസത്സംഗം ഉപേക്ഷിക്കുക. ഉപദേശാമൃത സിന്ധുവിൽ പറയുന്നുണ്ട്, സംഘത്യാഗോ സ്വതോ വൃത്തി. അതായത് അസത്സംഗം ഉപേക്ഷിച്ചിട്ട് നമ്മൾ സതോ ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം ചേരണം എന്ന് പറയുന്നുണ്ട്. ചൈതന്യ മധ്യലീലയിലും പറയുന്നുണ്ട്, മഹാപ്രഭു പറയുന്നുണ്ട്, അസത്സംഗത്യാഗ ഏ വൈഷ്ണവ ആചാര എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വൈഷ്ണവനെ സംബന്ധിച്ച് ശരിക്കുള്ള ആചാരം എന്ന് പറയുന്ന അസത്സംഗം, അതായത് ഭക്തരല്ലാത്തവരുമായിട്ടുള്ള ആ സംഘം ത്യാഗ, അത് ത്യജിക്കുക എന്നുള്ളതാണ് ഒരു ഭക്തനായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത്. അപ്പോ ആരുമായിട്ട് സംഘം ചേരണം? നമ്മള് സാധുഷു കൃത്വ മോക്ഷദ്വാരം അഭാവൃതം. നമ്മള് ഭക്തന്മാരുമായിട്ട് സംഘം ചേരുമ്പോൾ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വളരെ എളുപ്പത്തില് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും. അപ്പോ ഭക്തന്മാരായിട്ട് നമ്മുടെ സംഘം ചേരുമ്പോൾ എന്താണ് നമ്മൾ പൊതുവെ ചെയ്യുന്ന കാര്യങ്ങൾ? പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആധ്യാത്മിക ശാസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുക, അതാണ് പ്രധാനം. അതുപോലെ തന്നെ ജ്ഞാനികളിൽ നിന്ന് കേട്ടിട്ട് നമ്മൾ വൈരാഗ്യം ശീലിക്കണം. ഭക്തജനങ്ങളുമായി സഹവസിച്ചിട്ട് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിന്റെ ഫലം എന്താണ്? തുഷ്യന്തി ചരമന്തിച്ച. നമുക്ക് എപ്പോഴും ആ ഭഗവാനുമായിട്ടുള്ള ആ സംസർഗത്തിൽ നമുക്ക് വസിക്കാനും ആനന്ദിക്കാനും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വിരക്തി ആർജിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തതഃ അനന്തരം തത്പദം, ആ പരമപദത്തെ പരിമാർഗിതവ്യം, കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമം തുടങ്ങണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാന് സ്വയം സമർപ്പിക്കണം. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വേറെ യാതൊരു ധർമ്മങ്ങളും ആചരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്നെ മാത്രം ശരണം പ്രാപിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്താണ് ആ പൂർണ്ണമായിട്ടുള്ള ആ ശരണാഗതി നേടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്?
ഹരിഭക്തി വിലാസത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ആനുകൂല്യസ്യ സങ്കല്പ പ്രാതികൂല്യസ്യ വർജനം രക്ഷിഷ്യതി ഇതി വിശ്വാസ ഗോപ്തൃത്വേ വരണം തഥാ ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധ ശരണാഗതി. അതായത് ആനുകൂല്യസ്യ സങ്കല്പ, അതായത് ഭക്തിയുത സേവനത്തിന് ഉതകുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ സ്വീകരിക്കുക. പ്രാതികൂല്യസ്യ വർജനം, ഭക്തിയുത സേവനത്തിന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കണം. പിന്നെന്താ പറയുന്നത്? രക്ഷിഷ്യതി ഇത് വിശ്വാസ, ഏതൊരു പരിസ്ഥിതിയിലും ഭഗവാൻ കൃഷ്ണൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള ആ വിശ്വാസം. പിന്നെ ഗോപ്തൃത്വേ വർണ്ണം തഥ, അതായത് ഭഗവാനെ തന്റെ രക്ഷകനായിട്ടും അതുപോലെ തന്നെ യജമാനായിട്ടും നമ്മൾ സ്വീകരിക്കണം. പിന്നെ ആത്മനിക്ഷേപ, നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന് കീഴടങ്ങുക. കാർപ്പണ്യ, നമ്മൾ എങ്ങനെ കീഴടങ്ങണം? നമ്മൾ വിനയത്തോടുകൂടി കീഴടങ്ങണം. കാർപ്പണ്യദോഷോ അപഹത സ്വഭാവ, നമ്മളത് 2-ാം അധ്യായത്തിൽ പഠിച്ചിരുന്നു. അപ്പൊ കാർപ്പണ്യ, നമ്മള് വിനയത്തോടുകൂടി നമ്മള് ആത്മനിക്ഷേപ, ഭഗവാന് പൂർണ്ണമായിട്ടും നമ്മൾ കീഴടങ്ങണം. അപ്പോ ശ്രീപ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാന്റെ പ്രസാദം നേടാനായിട്ട് വേണ്ടത് ആത്മസമർപ്പണം മാത്രമാണ്. അത് മാത്രമേ വേണ്ടൂ, വേറെ യാതൊന്നും തന്നെ വേണ്ട. ശ്രവണം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, പാദസേവനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെ 9 തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അപ്പോ ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളിൽ കൂടെ നമ്മൾ ഭക്തി പുരസ്സരം ചെയ്യുന്ന ആ സേവനത്തിന്റെ അനന്തരഫലമാണ് ഈ ആത്മസമർപ്പണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഭക്തിയുത സേവനത്തിൽ കൂടെ ഭഗവത് ധാമം പ്രാപിച്ചവര് പിന്നെ ഒരിക്കലും ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ. ഭൂയഃ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യം വരുന്നില്ല. എന്താണ്? യത് ഗത്വാന നിവർത്തന്തേ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ആ റൂട്ടില്ല. പിന്നെ ആ റൂട്ട് ക്ലോസ്ഡ് ആണ്. ഭഗവത്ധാമത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പോ എന്താണ് ആ ഭഗവാൻ? പ്രസുത പുരാണി, ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ വികാസ പരിണാമങ്ങൾക്ക് മൂലകാരണം ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള ഈ ആത്മനിക്ഷേപം, ആത്മസമർപ്പണം ചെയ്യുന്നത് വഴി നമ്മൾ ആ ഭഗവാനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഹം സർവസ്യ പ്രഭവ മത്തഃ സർവം പ്രവർത്തതേ, എല്ലാത്തിന്റെയും ഉറവിടം ഞാനാണ്, എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഭൗതിക വർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് ഭഗവാൻ കൃഷ്ണനെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കണം. കൃഷ്ണന് സ്വയം സമർപ്പിതനായിട്ടുള്ള ഒരു മനുഷ്യന് ഈ ഭൗതിക പടർപ്പിൽ നിന്ന് തനിയെ തന്നെ മുക്തനാകാനായിട്ട് സാധിക്കും. അടുത്ത ശ്ലോകം തുടങ്ങിയാൽ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കില്ല, വെച്ച് നിർത്താം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, നിതായ് ഗൗർ പ്രേമാനന്ദേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ചിട്ട് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ആർക്കും ഇതൊരു അഭിപ്രായമില്ല. പ്രണാമം. പ്രഭു ഈ അരയാലിന്റെ ഇലകളും വേരുകളും, അപ്പൊ ഇലകള് വേദങ്ങളല്ലേ പ്രഭു? അതെ, വേര് ഭഗവാൻ. അതെ, ഭൗതിക ലോകം, ഭൗതിക ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞു വന്ന കൂട്ടത്തില് പ്രസംഗം അചരം പാശം എന്ന് പറഞ്ഞതൊന്ന് വിശദീകരിക്കാമോ? അത് കപില മഹാമുനി അമ്മ ദേവാഹുതിയോട് പറയുന്നതാണ്. ഈ ഭൗതിക ലോകത്തില് നമ്മളെ ഒരു കയറുകൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന പോലെയാണ്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കയറുകൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്നത്? നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ആ ആസക്തി കാരണമാണ് നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ
പ്രസംഗം എന്ന് പറഞ്ഞെങ്കിൽ മമത. ആ മമത കാരണമാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നത്. അപ്പോ പാശം എന്ന് പറഞ്ഞ കയറ്. ഇപ്പൊ കയറ് കൊണ്ട് ഒരാളെ കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തോട് ഞാൻ എൻ്റെ വീട്ടുകാര്, എൻ്റെ പത്നി, മക്കള്, ഞാൻ ജനിച്ച നാട്, ഇങ്ങനെയുള്ള ഈ ആസക്തി കാരണം നമ്മൾ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തില് ഒന്നിലും മനുഷ്യരായിട്ടല്ല, മൃഗങ്ങളായിട്ട് അല്ലെങ്കിൽ ജലജീവികളായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഭരത മഹാരാജാവിന് ഒരു മാനിനോടുള്ള ആകർഷണം കൊണ്ടാണ് അടുത്ത ജന്മത്തിൽ മാനായിട്ട് ജന്മം സ്വീകരിക്കേണ്ടി വന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മള് ജീവാത്മാക്കളെ എല്ലാവരും തന്നെ ഈ ഭൗതിക ലോകത്തുള്ള മമത കാരണമാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ കെട്ടിപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മുക്തി നേടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഈ ബന്ധനത്തിനെ നമ്മൾ സാധുഷു, നമ്മള് ഭക്തന്മാരുമായിട്ട് നമ്മൾ ബന്ധിക്കണം. ഈ ഭൗതിക വസ്തുക്കളോടുള്ള മമത വെടിഞ്ഞിട്ട് നമ്മൾ ഭക്തന്മാരുമായിട്ട് സംഘം ചേരുമ്പോൾ അവിടെ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്നത്തെ ഇലക്ഷന്റെ റിസൾട്ട് വരികയാണല്ലോ, അല്ലെങ്കിൽ ആര് ജയിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ഭക്തരുടെ സംഘത്തില് ചർച്ച ഉണ്ടാകുന്ന വിഷയങ്ങളല്ല. അവിടുത്തെ വിഷയങ്ങൾ പറഞ്ഞാൽ ഭഗവാനെ പറ്റിയുള്ള വിഷയങ്ങളായിരിക്കും. അപ്പോ അങ്ങനെ നമ്മൾ നിരന്തരം ആ ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം കൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു, ഞാൻ ഒരു ദിവസത്തിന് 33 സിഗരറ്റ്, അത് ഏറ്റവും വില കൂടിയ സിഗരറ്റ് വലിച്ചിരുന്നു എന്ന് എന്നോട് ഒരാള് എൻ്റെ ഓഫീസിൽ തന്നെയുള്ള ഒരാളാണ് പറഞ്ഞിരുന്നു. അപ്പോ അദ്ദേഹം ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങിയ അന്ന് ഒറ്റയടിക്ക് 33 സിഗരറ്റ് വേണ്ടാന്ന് വെച്ച വ്യക്തിയാണ്. ഇപ്പൊ അദ്ദേഹം വലിയ ഭക്തനായിട്ട് തീർന്നു. നമ്മുടെ പ്രഭുവാരുടെ ഓരോ ശിഷ്യന്മാരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ഭൗതികമായിട്ടുള്ള ആസക്തിയുള്ളവരായിരുന്നു, ഹിപ്പികളായിരുന്നു, കഞ്ചാവ് ചരസക്കടിച്ച് നടന്നിരുന്നവർ. അവരെല്ലാം തന്നെ ശ്രീലപ്രഭുവാർ സന്യാസിമാരാക്കി മാറ്റി. അപ്പോ നമ്മൾ എപ്പോഴും ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം, സാധുഷൂകൃതം, അങ്ങനെ ഭക്തന്മായിട്ട് സഹവാസം ചേരുമ്പോൾ നമ്മൾക്ക് പതുക്കെ ഈ ഭൗതിക ബന്ധനത്തിന്റെ ആ കെട്ട് അഴിഞ്ഞിട്ട് നമുക്ക് ആത്മീയലോകത്തിലേക്കുള്ള ആ ഡോറ്, ആ വാതായനം നമുക്ക് തുറന്നു കിട്ടും എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അമ്മയ്ക്ക് ദേവഹൂതി മാതാവിന് കപിലദേവനോട് വളരെ പ്രതിപത്തിയായിരുന്നു. മകനെ കണ്ടില്ല എന്ന് അന്വേഷിച്ച് വളരെ ടെൻഷനായിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഈ കാട്ടിനകത്ത് മരത്തിന്റെ കീഴിൽ ധ്യാനാവസ്ഥയിലിരിക്കുന്ന മകനെ കാണുന്നത്. അപ്പൊ പിന്നെ ആ അമ്മ എന്നുള്ള ആ മമതയൊക്കെ വെടിഞ്ഞിട്ട് അവിടെ കപില മഹാമുനിയുടെ കാൽക്കൽ തൃപാദത്തിൽ വീണ് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് കപില മഹാമുനി ഈ ജ്ഞാനോപദേശം കൊടുക്കുന്നത് അമ്മയ്ക്ക്. അപ്പൊ അതിൽപ്പെട്ട ശ്ലോകമാണ് ഇത്. ഹരേ കൃഷ്ണ.